ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 12 ശനിയാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. നാളെ ഡിസംബർ 12 ശനിയാഴ്ച ദിവസത്തെ റേഷൻ വിതരണം ഡിസംബർ മാസത്തെ എല്ലാവിധ റേഷൻ വിഹിതങ്ങളുടെയും വിതരണം സജീവമായിട്ട് പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ നവംബർ മാസത്തെ ഭക്ഷ്യകിറ്റിന്റെ വിതരണവും സജീവമായിട്ട് പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ BPL കാർഡുകാർക്ക് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കേന്ദ്ര വിഹിതമായിട്ടുള്ള കടല പയറിന്റെ വിതരണവും നടക്കുന്നു. അത് മുൻ മാസങ്ങളിൽ വാങ്ങാത്തവർക്ക് ഈ മാസം അതും കൂടി ചേർത്ത് ലഭിക്കുന്നതാണ്. ക്രിസ്മസ് കിറ്റിന്റെ വിതരണവും BPL കാർഡുകാർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാർഡുകാർക്കും വിതരണത്തിനുള്ള അനുമതി ആയിട്ടുണ്ടെങ്കിലും കിറ്റുകളുടെ സ്റ്റോക്ക് റേഷൻ കടകളിൽ എത്താത്തത് മൂലം കിറ്റുകൾ വിതരണം ചെയ്യുന്നത് വൈകുന്നുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ നവംബർ മാസത്തെ കിറ്റ് വിതരണത്തിനും സംഭവിക്കുന്നുണ്ട്. നവംബർ മാസത്തെ കിറ്റ് ഇനിയും എത്താത്തത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കിറ്റുകൾ വാങ്ങാൻ പോകുമ്പോൾ റേഷൻ കടയിൽ ഒന്ന് വിളിച്ചന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക. കിറ്റുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം റേഷൻ കടകളിൽ വിളിച്ച് അന്വേഷിക്കുക. ഇപ്പൊ എല്ലാ റേഷൻ കടകളിലും എല്ലാവിധ ഭക്ഷ്യ വിഹിതങ്ങളും എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാർഡുകാർക്കുള്ള പഞ്ചസാരയും മറ്റുള്ള പച്ചരിയും ഗോതമ്പുമെല്ലാം റേഷൻ കടകളിൽ എത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിഹിതങ്ങളൊക്കെ സുഗമമായിട്ട് വാങ്ങാൻ കഴിയുന്നതാണ്. ഇത്രയാണ് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതോടൊപ്പം പ്രധാനമായും ഓർമ്മിപ്പിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആധാറും റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യുക. സ്വന്തമായി അത് ചെയ്യാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ സ്വന്തമായി ചെയ്യുക. അതെങ്ങനെ ചെയ്യണമെന്ന് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൊന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ റേഷൻ വിഹിതം നഷ്ടപ്പെടാതിരിക്കാനും റേഷൻ കാർഡിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒഴിവാക്കപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് ഇനി നമ്മുടെ റേഷൻ കാർഡ് സ്മാർട്ട് ആവാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.